ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആട്ടോ. കുറച്ച് സാധനം കൂടി മേടിക്കാണ്ട് അതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളിന്ന് മൂവാറ്റിലേക്ക് പോവാ. ഒരു 10-11 മണി കഴിയിട്ടുണ്ടായിരുന്നു കേട്ടാ. വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടല്ല ഇറങ്ങിയേ. നേരെ പോയി നമ്മൾ പപ്സും ലൈമും കഴിച്ചുട്ടാ. എന്നിട്ടാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയത്. അവിടെ നമ്മൾ നേരെ പോയത് നെയ്ച്ചോറൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാ. വലിയ പരിപാടിയൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുക, കേക്കൊക്കെ മുറിക്കുക, അത്രേ ഉള്ളൂ. അത് കാര്യം വിളിച്ചിട്ടൊന്നുമില്ല കേട്ടാ. ഇക്കാടെ 2 ഫ്രണ്ട്സിനെയും പിന്നെ അമ്മച്ചിനെയും സായന്റിനെയും മാത്രം വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി നെയ്ച്ചോറൊക്കെയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുട്ടാ. കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ കുറച്ച് വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ ഇതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ വന്നാട്ടാ. അപ്പേക്ക് രാത്രി കടയൊക്കെ അടച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മേടിക്കാനുള്ള കേക്കാട്ടാ. അണ്ട് പിന്നെ കേക്ക് മേടിക്കാൻ പോയി. കേക്ക് മേടിക്കാനായിട്ട് അകത്ത് കയറിക്കാൻ പാക കൺഫ്യൂഷൻ ആയിരുന്നു ഏത് കേക്ക് മേടിക്കേണ്ടതെന്ന്. ഇക്കയാണ് വണ്ടിയിലിരിക്കായിരുന്നു. എന്നിട്ട് ഇക്കാനെ വിളിച്ചെടുത്തിട്ട് ഇക്കയാണ് കേക്ക് സെലക്ട് ചെയ്തത്. ഞങ്ങൾ മേടിച്ചത് സ്പാനിഷ് ഡിലൈറ്റിന്റെ കേക്കാട്ടാ. എന്നിട്ട് കേക്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എഴുതാൻ കൊടുത്തിട്ട് ഞാൻ ആ ബേക്കറി മൊത്തം അരിച്ചു പെറുക്കിട്ടാ. എനിക്ക് കിട്ടിയതാണ് ഈ ഐസ്ക്രീം ആട്ടോ. അപ്പേക്കും കേക്കിലൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാട്ടോ വന്നത്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ കുറെ പരിപാടികളുണ്ട്. ഡെക്കറേഷൻ ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടാ. ഞങ്ങള് വീട്ടിലെത്തിയപ്പോ ഈ അമ്മച്ചി സായിന്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അമ്മച്ചി വന്നപ്പോ വെഡിങ് ആനിവേഴ്സറി അല്ലേ, കുറച്ച് മധുരം കഴിക്കുന്നതിന് ലഡുവും ജിലേബിയും തന്നു. ഒരാൾ നമുക്ക് മധുരാണ് തന്നെങ്കിൽ ഒരാൾ നല്ല ചൂടുള്ള സമൂസയായിട്ട് തന്നെ. ഞാൻ അപ്പൊ തന്നെ സമൂസ അതിലേക്ക് പൊട്ടിച്ചിട്ട് 2 എണ്ണം തിന്നൂട്ടാ. നല്ല ചൂടുള്ള കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിക്ക് കിടന്നൂട്ടാ. ഞാനൊന്നും ചെയ്തില്ലാട്ടെ. ഞാൻ അടുക്കളയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കായിരുന്നു, ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കായിരുന്നു. പിന്നെ ഈ ബലൂൺ മൊത്തം ഊതി വീർപ്പിച്ചത് സായാൻ്റെ കേട്ടോ. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ അപ്പൊ തന്നെ ഇവനും ഡ്രസ്സ് മാറ്റിച്ചു, ഞാൻ ഡ്രസ്സ് മാറി. എനിക്ക് എപ്പോഴുള്ള പ്രത്യേകത ഏട്ടാ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ മുഖം ആകെ കോലം കെട്ടിരിക്കും. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാട്ടോ. ബൈ.